മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. ആ പാർട്ടി ഇനി എങ്ങോട്ടായിരിക്കും പോവുക? മാണി മാത്രമല്ല ഉള്ളത് കേട്ടോ, അതിഷ്ടം പോലെ ഉണ്ട്. അതിങ്ങനെ പെരുകി വരികയാണ്. ഇപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണിക്കാണ് ഇപ്പം LDF നിന്ന് മൊഴി ചൊല്ലി പോകാൻ ആഗ്രഹം. അല്ല, ബാക്കിയുള്ള കക്ഷികൾക്ക് കൂടിപ്പോയാൽ 1-2 MLA മാർ, പക്ഷേ ഇവർ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 10-ലധികം MLA മാരെ ഒപ്പിക്കാൻ കഴിയും. അതെ, അല്ല, ജോസ് കെ മാണിക്കാണ് ഇപ്പം LDF നിന്ന് മൊഴി ചൊല്ലി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. പക്ഷേ അവിടെ വെച്ച് വീണ്ടും കേരള കോൺഗ്രസ് രണ്ടാകും. റോഷി അഗസ്റ്റിന് അവിടെ തന്നെ നിൽക്കണമെന്ന താല്പര്യം. ഈ റോഷി അഗസ്റ്റിന് ഈ കൊടിവെച്ച കാറിൽ കരിങ്ങോഴക്കൽ തറവാട്ടിലേക്കൊന്നും ചെല്ലുന്നില്ലെന്നാണ് നമ്മുടെ ജോസ് കെ മാണിയുടെ വലിയ വിഷമം. അല്ല, ആ കൊടിവെച്ച കാർ ആഗ്രഹിച്ചത് ജോസ് കെ മാണിയാണ്, കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമം. എത്ര കാലമായി കരിങ്ങോഴക്കൽ ഒരു കൊടിവെച്ച കാറ് വന്നിട്ട്. അതുകൊണ്ട് ജോസ് കെ മാണി എന്ത് ചെയ്തു, ഈ ആ സമയം നോക്കി UDF ഇങ്ങനെ ഇവരുടെ മേൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇങ്ങനെ ഈ കഴുകൻ ഇങ്ങനെ മുകളിൽ ആകാശത്ത് വട്ടമിട്ട് പറക്കുമല്ലോ, അതുപോലെ UDF ഇങ്ങനെ, പ്രത്യേകിച്ച് ലീഗ് ഇങ്ങനെ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ലീഗിനാണ് വലിയ താല്പര്യം ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ശക്തി തെളിയിച്ച് അടുത്ത തവണ അധികാരത്തിൽ കയറണമെന്നുള്ളത്. അതിനിടയ്ക്കാണ് UDFനകത്താകെ കൂടെ പ്രശ്നങ്ങൾ. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വേഷം തയ്ച്ച് റെഡിയായി നിൽക്കുന്നവരുടെ ഒരു കോലാഹലം, അതിൻ്റെ കൂടെ ശശി തരൂര് വേറൊരു തരത്തില് പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ തമ്മിലടിയിൽ ഞങ്ങൾ മടുത്തു എന്നാണ് പറയുന്നത്. എങ്ങനെ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി? അത് അവർക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. കാരണം ഇവർ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കലഹിക്കുമ്പോൾ ലീഗായിരിക്കും അവസാനം തീർച്ചപ്പെടുത്തുന്നത് ആരായിരിക്കണം മുഖ്യമന്ത്രി കോൺഗ്രസ്സിലെ. അപ്പോൾ അല്ലാതെ പപ്പുമോനും ഒന്നും അല്ല, ലീഗ് പറയും ഇന്നാരാകണം എന്നുള്ളത്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം അതിൻ്റെ കൂടാണ് ഈ തരൂര് വന്ന് ആകെ കൂടെ അലമ്പാക്കിയത്. ഒരു അലമ്പൻ സർക്കാരിൻ്റെ വികസന കാര്യങ്ങളെന്നും പറഞ്ഞ് അതിനെ അങ്ങ് വാഴ്ത്തി. ഇപ്പോൾ അത് ഈ പിണറായിയുടെ ഇമേജ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. രാജീവ് ഒരു വികസന നായകനായി മാറിയിട്ടുണ്ട്. ഇത് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞപ്പോഴേ തരൂര് ചില കാര്യങ്ങൾ വിചാരിച്ചത്, കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ്, പക്ഷേ അത് വളർത്തിയെടുത്തു കൊണ്ട് വരണം എന്നുള്ളത് രീതിയിലൊക്കെയാണ്. അത് LDF ആയാലും ഇനി LDF പോയിട്ട് UDF ആയാലും ആ തരത്തിൽ കൊണ്ടുവരണം എന്ന് തലയിൽ ആൾതാമസമുള്ളവർ വായിച്ചെടുത്താൽ മനസ്സിലാകും. കോൺഗ്രസ്സുകാർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കോലാഹലം തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. കെട്ടടങ്ങിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ BJPയും കേരളത്തിലെ CPMഉം പെട്ടുപോയിരിക്കുകയാണ്. കാരണം CPMനെ വാഴ്ത്തി, നരേന്ദ്രമോദിയെയും വാഴ്ത്തി. അപ്പോൾ BJPക്ക് തരൂരിനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല, CPMനും തരൂരിനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കോൺഗ്രസിനകത്ത് ഈ പ്രശ്നവും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ഇതിനിടയ്ക്ക് ജോസ് കെ മാണി വിഭാഗം ആലോചിക്കുന്നുണ്ട്. അതായത് UDFലേക്ക് പോയാൽ വലിയ സാധ്യത ഇല്ല എന്നുള്ള രീതിയിലും. കാരണം ഇനി ഒരു 10-15 മാസം ബാക്കി നിൽക്കുന്നതിനിടയ്ക്ക് LDF ഒരു വലിയ കടന്നുകയറ്റം നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ LDFിൽ തുടർന്ന് കഴിഞ്ഞാലും ജോസ് കെ മാണിക്ക് വലിയ ഉയർച്ച ഉണ്ടാകത്തില്ല കേട്ടോ. ഈ ആലിൻ്റെ കീഴിൽ നിൽക്കുന്ന ചെറിയ ചെടികളൊന്നും അധികം വളരത്തില്ല. കാരണം ആല് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനുള്ളിൽ തന്നെ മറ്റൊരു പ്രശ്നമുണ്ട്. CPI ആണോ കേരള കോൺഗ്രസ് ആണോ അതിലെ ഏറ്റവും രണ്ടാമത്തെ കക്ഷി? CPIക്കാർ പിന്നെ അവരുടെ ചവിട്ടും കുത്തും ഏറ്റ് വാങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അത് പിന്നെ അങ്ങനെ ആയിപ്പോയി. പക്ഷെ ജോസ് കെ മാണിക്ക് അതങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ ആലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ ചെടിക്ക് വളർന്നു കയറാനുള്ള സൗകര്യമില്ലല്ലോ. അതുകൊണ്ട് ജോസ് കെ മാണി എന്തായിരിക്കും കണക്ക് കൂട്ടുന്നറിയാം. അപ്പോൾ ഈ LDF, അതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ള, LDF അധികാരത്തിലേക്ക് വരാനൊരു സാധ്യത കാണുന്നതെന്ന് ചോദിച്ചാൽ ഈ 10-15 മാസം കൊണ്ട് ഇവർ പല കാര്യങ്ങളും ഇപ്പോഴുണ്ടായിരിക്കുന്ന പോരായ്മകൾ ഇവർ റിക്കവർ ചെയ്യും. സപ്ലൈകോയിൽ സാധനങ്ങളൊന്നുമില്ല, ഇതെല്ലാം നല്ല ലെവലാക്കും ഈ ഓണക്കാലം മുതൽ. പിന്നെ ക്ഷേമ പെൻഷൻ കൂട്ടിയില്ലെങ്കിലും കുടിശ്ശികകളെല്ലാം തീർക്കും. റോഡെല്ലാം നന്നാക്കി എടുത്ത് സുഖമാക്കി മാറ്റും മരുമകൻ.
ജനത്തിന് ഇത്രയും പോരെ? പിന്നെ 5 വർഷം കൂടുന്തോറും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുകയാണ് സർക്കാർ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് ഈ അമ്പലക്കാളകളെ പോലെയാണ്. തിന്ന് കൊഴുത്ത് ഇങ്ങനെ, അമ്പലക്കാളകൾ അറിയത്തില്ലേ, കൊഴുത്ത് നടക്കുന്നത് മാതിരി നടക്കുകയാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അത് മതി. അപ്പോൾ ഇവരിറങ്ങുന്ന സമയത്ത് പുതിയ ശമ്പള കമ്മീഷനെ വയ്ക്കും, പുതിയ പേ സ്കെയിൽ, കാര്യങ്ങളെല്ലാമായി സർക്കാർ ഉദ്യോഗസ്ഥർ പറയുകയാണ് ഈ സർക്കാർ അതിഗംഭീരം. അത് പാവം പിടിച്ച ജനങ്ങളെല്ലാം അത് വിശ്വസിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ LDFിനേക്ക് ഒരു സാധ്യത വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോസ് കെ മാണിക്ക് ഇവിടെ നിൽക്കാനായിട്ട് വലിയ താല്പര്യം ഇല്ല. BJPയും കുറേ നാളായിട്ട് ചൂണ്ടയിടുന്നുണ്ട്. കാരണം ഈ ക്രൈസ്തവ വിഭാഗത്തെ BJP ചേർത്ത് നിർത്തുന്നുണ്ട് ഏറെക്കാലമായിട്ട്. പ്രത്യേകിച്ച് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിസ്ഥാനം കൊടുത്തതോടുകൂടി അതിന് കൂടുതൽ അത് പ്രബലമാവുകയും ചെയ്തു. ജോസ് കെ മാണിയെ പോലുള്ള ഒരു വിഭാഗം BJPയോട് അടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് BJPക്ക് ഒരു വലിയ നേട്ടം കൂടിയാകും. കേന്ദ്രത്തിലൊരു സഹമന്ത്രി സ്ഥാനം കിട്ടിയാൽ പോരെ ജോസ് കെ മാണിക്ക്? ഇതുവരെ ഇത്രയും കാലമായിട്ട് കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് കൊടിവെച്ച കാറിൽ വന്നില്ല എന്നുള്ളത് മാറ്റി കേന്ദ്ര സഹമന്ത്രിയുടെ കാറ് വരുന്നു എന്നുള്ള രീതിയിലാക്കി മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടത്തില്ലേ? അപ്പോൾ ഈ BJPയുടെ നീക്കം എനിക്ക് തോന്നുന്നു അതിലേക്ക് പോകും. ജോസ് കെ മാണിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. ഇനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ. ഒക്ടോബറിൽ പുതിയ ഭരണസമിതി വരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ. അപ്പോൾ സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേറൊരു അതിൻ്റെ തുടർച്ചയായിട്ട് വരണമെന്നൊന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പലപ്പോഴും വേറെയാണ്. അല്ല, മുൻപും ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. BJPയുടെ ഭാഗത്തു നിന്നും കേരള കോൺഗ്രസ് സംസാരിക്കുന്നു എന്ന രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അല്പം ഒരു അകന്ന് നിൽക്കുകയാണ് BDJS. BDJSനെ ഒന്നുകൂടി ഇവർ കുട്ടി നിർത്തും. അതിനിടയ്ക്ക് ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ പുതിയ നിയമനവും നടക്കും. അപ്പം ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BDJSന് കൂടുതൽ മുൻതൂക്കം കൊടുക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മാറും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പം 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മഹാരാഷ്ട്രയിലെ ഫലം, ഡൽഹിയിലെ ഫലം, ഇതൊക്കെ BJPക്ക് അനുകൂലമാണ്. ഇപ്പോൾ അതാ ഗുജറാത്തിലെ നഗരസഭകൾ മുഴുവൻ BJP തൂത്തുവാരിയിരിക്കുകയാണ്. ഇതൊക്കെ ദക്ഷിണേന്ത്യയിലേക്ക് അലയടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിജയമുണ്ടാകുമ്പോൾ അമിത്ഷായും മോദിയും പറയുന്നുണ്ട് ഇനി ഞങ്ങൾ ദക്ഷിണേന്ത്യയിലേക്കാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്തും പിടിച്ചടക്കും, നഗരസഭകൾ നിലനിർത്തും. ഇപ്പോൾ ഒരു പുനഃസംഘടന ഉണ്ടായിട്ടുണ്ടല്ലോ, അതിൽ തന്നെ കണ്ടതാണല്ലോ 30 ജില്ലകളാക്കി. അതോടൊപ്പം തന്നെ പല വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, സംസ്ഥാന തലത്തിലെ നേതാക്കൾ തന്നെ ജില്ലാ പ്രസിഡന്റായി വരുന്നു. അങ്ങനെ വലിയൊരു മാറ്റമല്ല ഉണ്ടാകുന്നത്. അത് ഈ താഴെ തട്ടിലേക്ക് BJP ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടി കേന്ദ്ര നേതൃത്വം അത്തരത്തിൽ ചെയ്തതാണ്. കാരണം താഴേക്ക് ഇറങ്ങണം, പാർട്ടി കേന്ദ്രങ്ങൾ സേവാകേന്ദ്രങ്ങളാക്കി മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ BJP കേരള ഘടകത്തിന് മുൻകാലങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആ വീഴ്ച മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും വേണം. പല പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക, നഗരസഭ പിടിച്ചെടുക്കുക, പിന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരം, തൃശ്ശൂർ പോലെയുള്ള ഇടങ്ങളിൽ വിജയം ഉണ്ടാക്കിയെടുക്കുക, അത് നോക്കുന്നുണ്ട്. അതിനുശേഷം 26-ലെ ഇപ്പോൾ തന്നെ LDFിലെ പല മന്ത്രിമാരും അവരവരുടെ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്യാബിനറ്റുള്ള ദിവസം മാത്രമേ മന്ത്രിമാരുള്ളൂ എന്നാണ് അറിയുന്നത്. ക്യാബിനറ്റുള്ള ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. ബാക്കി ദിവസങ്ങളൊക്കെ മണ്ഡലത്തിലാണ്. അല്ലെങ്കിൽ മണ്ഡലത്തിൽ പോകുന്നത് ഇവർ വെള്ളിയാഴ്ച വൈകുന്നേരമായിരിക്കും, ശനി ഞായറും അവിടെ നിൽക്കും. ബാക്കി ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഓഫീസിലാണ്. ഇപ്പോൾ അതില്ല, കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ആയിരിക്കും നിയമസഭയും കയറി വരുന്നത്. ഇത് അതിൻ്റെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായിട്ടറിയാം.
നേരത്തെ തന്നെ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ അവർക്ക് സംസ്ഥാന അധ്യക്ഷനെയൊക്കെ നിശ്ചയിച്ച് കഴിയുമ്പോൾ ഇതിനൊന്നുകൂടെ ആക്കം കൂട്ടുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ സമുദായത്തെ ഒക്കെ ചേർത്ത് നിർത്തും. അതിൻ്റെ ഭാഗമായിട്ട് ജോസ് കെ മാണിയെയും കൂടി ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് BJP-യിൽ നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.